ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വജ്രമാണ് കോഹിനൂർ. അത് ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ആഭരണ ശേഖരത്തിൽ ഉൾപ്പെടുന്ന ഈ അത്യപൂർവ വജ്രം കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി 1849 വിക്ടോറിയ രാജ്ഞിക്ക് സമ്മാനിക്കുകയായിരുന്നു. 105 കാരറ്റുള്ള കോഹിനൂർ എലിസബത്ത് രാജ്ഞിയുടെ അമ്മ എലിസബത്ത് ബൗസ് ലയോണിന്റെ, അതായത് ക്വീൻ മദറിന്റെ കിരീടത്തിലാണ് ഇപ്പോഴുള്ളത്. 1937 ജോർജ് ആറാമൻ രാജാവിന്റെ കിരീടധാരണ ചടങ്ങിൽ പത്നിയായ എലിസബത്ത് ബൗസ് ലയോൺ കോഹിനൂർ പതിച്ച കിരീടം ധരിച്ചിരുന്നു. ക്വീൻ മദറിനും മേരി രാജ്ഞിക്ക് മുന്നേ 1902 എഡ്വേർഡ് ഏഴാമന്റെ കിരീടധാരണ വേളയിൽ അദ്ദേഹത്തിന്റെ പത്നി അലക്സാണ്ട്രയും കോഹിനൂർ പതിപ്പിച്ച കിരീടമാണ് ധരിച്ചത്. അതേസമയം ബ്രിട്ടന്റെ പുതിയ രാജ്ഞിയായ ചാൾസ് മൂന്നാമന്റെ പത്നി കാമില കോഹിനൂർ പതിപ്പിച്ച കിരീടമല്ല കിരീടധാരണ ചടങ്ങിൽ അണിഞ്ഞത്. 1911 ജോർജ് അഞ്ചാമന്റെ കിരീടധാരണ സമയത്ത് പത്നി മേരി അണിഞ്ഞ കിരീടത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് കാമില ധരിച്ചത്. കോഹിനൂറിന് പകരം അന്തരിച്ച എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരമായി രാജ്ഞിയുടെ കൈവശമുണ്ടായിരുന്ന കെല്ലിനൻ ഡയമണ്ടുകൾ കിരീടത്തിൽ പതിപ്പിച്ചിരുന്നു. പേർഷ്യൻ ഭാഷയിൽ പ്രകാശത്തിന്റെ പർവ്വതം എന്നാണ് കോഹിനൂറിന്റെ അർത്ഥം. കോഹിനൂർ വജ്രത്തിന്റെ ഉടമസ്ഥാവകാശം വിവിധ ഹിന്ദു, അഫ്ഗാൻ, പേർഷ്യൻ, മംഗോളിയൻ, സിഖ് രാജാക്കന്മാർക്കിടയിൽ കൈമാറി വന്നിട്ടുണ്ട്. കോഹിനൂർ കൈക്കലാക്കാൻ ഒട്ടനേകം യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിൽ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കോഹിനൂറിന് വലിയൊരു ശാപവുമുണ്ട്. അങ്ങനെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പുരുഷന്മാർക്ക് ഈ വജ്രം നിർഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1290കളിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ സിംഹാസനം പിടിച്ചെടുക്കാൻ അലാവുദ്ദീൻ ഖിൽജി തന്റെ അമ്മാവനായ സുൽത്താൻ ജലാൽ ഉദ്ദിനെ കൊലപ്പെടുത്തി. തുടർന്ന് ദക്ഷിണേന്ത്യയിലെ സൈനിക നീക്കങ്ങൾക്കൊടുവിൽ വിലമതിക്കാനാവാത്ത കോഹിനൂർ രത്നം അത് സ്വന്തമാക്കി. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ മയൂര സിംഹാസനത്തിൽ കോഹിനൂർ രത്നം അലങ്കരിച്ചിരുന്നു. അങ്ങനെയാണ് ചരിത്രത്തിൽ പറയുന്നത്. പിന്നീട് മകൻ ഔറംഗസേബ് അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കുക മാത്രമല്ല, അവസാന നാളുകളിൽ അദ്ദേഹം ആഗ്ര കോട്ടയിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു. 1739 ഇറാനിലെ അബ്ഷാരിദ് രാജവംശത്തിന്റെ സ്ഥാപകനായ നാദിർ ഷാ തന്ത്രപൂർവ്വം മുഗൾ ചക്രവർത്തിയായ മുഹമ്മദ് ഷായുമായി തലപ്പാവ് കൈമാറുകയും തുടർന്ന് വജ്രം സ്വന്തമാക്കുകയും ചെയ്തു. ഇതിനിടെ തന്റെ സൈനികരെ വധിച്ചുവെന്ന അഭിയോഗം കേട്ട അദ്ദേഹം ഡൽഹിയിൽ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടു. 9 മണിക്കൂറിനുള്ളിൽ 30,000 പേരെയാണ് നാദിർ ഷാ കൊന്നൊടുക്കിയതെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1747 കൊല്ലപ്പെടുന്നത് വരെ കോഹിനൂർ രത്നം നാദിർ ഷായുടെ കൈവശമുണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തുടർന്ന് വജ്രം അദ്ദേഹത്തിന്റെ ചെറുമകനായ ഷാരൂഖ് ഷായുടെ പക്കലെത്തി. 1796 ആഗാം മുഹമ്മദ് ഖാൻ ഖജർ ഷാരൂഖ് ഷായെ കൊലപ്പെടുത്തി. പിന്നീട് ഷാ ഷൂജ ദുറാനി കോഹിനൂർ കൈവശം വയ്ക്കുകയും അത് തന്റെ ബ്രേസ്ലെറ്റിൽ ധരിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ സംരക്ഷണത്തിന് പകരമായി മഹാരാജ രഞ്ജിത് സിംഗിന് രത്നം സമർപ്പിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. 1839 മഹാരാജ രഞ്ജിത് സിംഗ് മരിച്ചപ്പോൾ വജ്രം അദ്ദേഹത്തിന്റെ ആദ്യ മകൻ ഖരക് സിംഗിന് കൈമാറി. ജയിലിൽ വിഷം കഴിച്ചാണ് ഖരക് സിംഗ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ചെറുമകൻ നൌനിഹാൽ സിംഗ് ദുരൂഹമായി മരിക്കുകയും ചെയ്തു. പിന്നീട് സിഖ് സാമ്രാജ്യത്തിലെ അവസാന മഹാരാജാവായിരുന്ന മഹാരാജ ദുലീപ് സിംഗ് വജ്രം സ്വന്തമാക്കി. 1849 ബ്രിട്ടീഷ് സൈന്യം സിഖ് സാമ്രാജ്യം പിടിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന് 10 വയസ്സായിരുന്നു പ്രായം. ലാഹോറിലെ അവസാന ഉടമ്പടിയിൽ മഹാരാജ ദുലീപ് സിംഗും ബ്രിട്ടീഷ് പ്രതിനിധികളും ഒപ്പുവെച്ചതിന് പിന്നാലെ കോഹിനൂർ വജ്രം വിക്ടോറിയ രാജ്ഞിക്ക് സമ്മാനിക്കപ്പെട്ടു. 1857 കലാപം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിടിച്ചു കുലുക്കി. ഇതിനോടകം തന്നെ ബ്രിട്ടീഷുകാർ വിലമതിക്കാനാവാത്ത രത്നത്തിന്റെ ശാപത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അതിനാൽ അവർ ഒരിക്കലും പുരുഷന്മാരെ ഈ വജ്രം ധരിക്കാൻ അനുവദിച്ചില്ല. ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ കോഹിനൂർ വജ്ര കിരീടം വിക്ടോറിയ രാജ്ഞി, അലക്സാണ്ട്ര രാജ്ഞി, എലിസബത്ത് രാജ്ഞി, മാർഗരറ്റ് ബോസ് ലിയോൺ, എലിസബത്ത് രാജ്ഞി എന്നിവരാണ് ധരിച്ചിട്ടുള്ളത്.